ഹലോ ഗൈസ്, നമ്മളിന്ന് വിജനമായൊരു എന്താ പറയുക ഒരു മ്യൂസിയത്തിലാണ്. സോ നമ്മൾക്ക് ചെറിയ ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മ്യൂസിയത്തിലാണ്. ഈ മ്യൂസിയത്തിൽ ഞാൻ വരണമെന്ന് വിചാരിച്ചതല്ല, എന്നെക്കൊണ്ട് വരിപ്പിച്ചതാണ്. കാരണം എൻ്റെ മാനേജർ എനിക്ക് പൈസ തരുന്നില്ല. സോ ഞാനതിൽ കക്കാൻ പോവുകയാണ്. ഈ പരിപാടി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച പരിപാടിയല്ലേ അല്ല, എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ സമൂഹം ഞാൻ ബഹിഷ്കരിക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, ഞാനെന്തായാലും ആ ലൈറ്റ് അടിച്ച് പൊട്ടിച്ചപ്പോൾ പോലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വിളിച്ചിട്ടും ഒരു ഷൊണ്ണ പോലീസുകാരനാണ് ഗൈസൊക്കെ. 5 പൈസക്ക് വിവരമില്ലാത്തവനാണത്. എന്തായാലും നമുക്ക് നൈസായിട്ട് അവൻ കാണാതെ ഇവിടുന്ന് 22,000 രൂപ മുട്ടിക്കണം. അതാണ് നമ്മളെ ഇപ്പോഴത്തെ മെയിൻ പ്ലാൻ. സോ നമുക്ക് അങ്ങോട്ട് പോയാൽ നമ്മൾ പൊക്കുന്നറിയാം. ഇവിടുത്തെ ഈ ചില്ലും കുപ്പി മൊത്തം പൊട്ടിച്ചിട്ട് ഐഫിൾ ടവറും എല്ലാ കുന്തവും നമുക്ക് എടുക്കണം. നമുക്കിപ്പോൾ ഒരു $1,000 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. എന്തായാലും നമുക്ക് വെൻഡിങ് മെഷീനിൽ കയറി പൈസ വാങ്ങാനുള്ളൊരു സംഭവം നമുക്കില്ല. ടോയ്ലറ്റ് പേപ്പർ ഇല്ല. ടോയ്ലറ്റ് പേപ്പർ എന്താ പറയുക, കോഡ് എന്തിൻ്റെ ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു നല്ല സാധനം തന്നെ മോഷ്ടിക്കണം. എന്തായാലും ഈ ലോക്ക് ഞാൻ കുത്തി തുറക്കണം. ഓക്കെ, ലോക്ക് കുത്തി തുറന്നിട്ട് നമുക്ക് അതിനൊരു ഒന്നും കിട്ടിയിട്ട് ഞാൻ എന്തായാലും അതെല്ലാം അങ്ങനെ ആവുമല്ലോ. ഒക്കെ നമ്മളിത് ലോക്ക് കുത്തി തുറക്കണം. പക്ഷേ എനിക്കിത് ലോക്ക് കുത്തി തുറക്കട്ടെ, ലോക്ക് പിക്ക് എനിക്ക് പൊട്ടിക്കണ്ട. സോ ഞാൻ എന്തായാലും പൊട്ടിക്കണില്ല. ഓക്കെ, എന്തായാലും പോലീസുകാരൻ എങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല, വരുമായിരിക്കില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് തലട്ട് നോക്കാം. ഈ സമൂഹം വളരെ കഷ്ടമായ സമൂഹമായതല്ലേ. അതുകൊണ്ട് ഞാൻ ഈ സമൂഹം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, ആ കള്ള പോലീസുകാരൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ഈ ബർഗർ എടുക്കായിരുന്നു. കാരണം നമ്മൾ ഫൈനാൻഷ്യലി നമ്മളിപ്പോൾ അൺസ്റ്റേബിൾ ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമൂഹം ഞാൻ ബഹിഷ്കരിച്ചു. നോക്കാം, നമ്മളെ മൂക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളെ കണ്ടില്ല. ഒരു ഷൊണ്ണയായി മാറിയിരിക്കുന്നു ഈ കുട്ടൻ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇവൻ പോകുന്നവരെ നമുക്ക് കത്തക്കാം. ഓക്കെ, എന്തായാലും അവൻ അവിടെ നിന്നത് കഴിഞ്ഞിട്ട് ഇത് പോകണ്ട. ഒരു ഷൊണ്ണനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കൊടുത്ത എല്ലാ കൊണ്ടും നമുക്ക് അടിച്ചെടുത്തോണ്ട് നൈസായിട്ട് നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവും. എന്തായാലും കൂടെ വരുന്നുണ്ടാവും. ഒക്കെ ഒരു മാസം എൻട്രി ഇപ്പോൾ കാണും. ജസ്റ്റ് മിസ്സൈല്ല അപ്പോൾ അതിൻ്റെ വടിയുണ്ടാകും. എന്തൊക്കെയോ വടിയാണ് കൈസൊക്കെ. കുറേ ഫേമസ് ഇതൊക്കെ ഉണ്ട്. ഒരു ഡോണട്ടൊക്കെ കൊടുക്കുന്നു. പക്ഷേ നല്ല ടേസ്റ്റി ഡോണട്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ കൊക്കോകോള എടുക്കണേ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊക്കോകോളേൻ്റെ കമ്പനി കൊണ്ട് വാങ്ങുകയാണോ നമുക്കറിയില്ല. ഈ പൊട്ടനാകൊണ്ടൊക്കെ നടന്നു പോയിക്കൂടെ. അവനാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. എനിക്ക് സസ്പീഷ്യസ് അടിച്ചിരിക്കുന്നു എന്തായാലും. ഓക്കെ, ഇവിടെ നമ്മൾ മാപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കുറേ സാധനങ്ങൾ. ഇതൊക്കെ എന്തോ ആണ് കേസൊക്കെ. ഒരു മാസം എൻട്രി 3-2 മണിക്കൂർ. ഓ എൻ്റെ മോനെ, എൻ്റെ എൻ്റെ മൂക്കുമ്പോൾ തട്ടിയിട്ടാണ് പോയത്. മോനിക്ക് CCTV കൂടെ പോയാലൊന്നും കുഴപ്പമില്ല. അതല്ലോ അങ്ങനെ ആവുമല്ലോ. ഈ പൊട്ടൻ്റെ CCTV നോക്കിക്കൂടെ. അതിലൊക്കെയാണ് ഞാൻ നടക്കണത് കാണാമല്ലോ. ഏത് നമുക്ക് അവൻ നൈസായിട്ട് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ ഈ വലിയ സ്റ്റാച്യൂസൊക്കെ നമ്മൾ അടിച്ച് പൊട്ടിക്കുകയാണ്. അടിച്ച് പൊട്ടിക്കല്ല, എൻ്റെ ഗ്ലാസ് എൻ്റെ പൊക്കല്ലേ. അവൻ്റെ കൈ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. എന്നിട്ട് പോലും അവനക്ക് കാണി. അവൻ അന്തരം തോന്നും.
ഇന്നലെ പിടിക്കാൻ വരും കള്ളക്കോട്ടി പോലീസ് കള്ളക്കോട്ടി പോലീസ് കള്ളക്കോട്ടി പോലീസ് ഓക്കെ എന്തെങ്കിലും നമ്മളിപ്പം കൊണ്ട് വന്നല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിച്ചിട്ട് പോവാൻ എത്രേ ഉള്ളൂ ഇത് ഓക്കെ എൻ്റെ മോനെ സിംഹമല്ല കരടി അതൊക്കെ സാധനങ്ങൾ കണ്ടല്ലോ ഇവിടെ നിന്ന് കുറേ മോട്ടിക്കണ്ട വയസ്സൊക്കെ ഓ ഗൈസ് ഫ്ലവർ ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവർ ഓസൊക്കെ അടുത്ത ഇങ്ങനെ ഇതെന്താ പറയുക ഹിപ്പോപ്പൊട്ടാമസോ എന്തായാലും ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ റോബോട്ട് മോനെ ഷൊണ്ണാപ്പി ഏതാ ഇതിന് മാസം എത്ര റുപ്യ സാലറി എടുക്കണ്ടേ 2000 ഉണ്ടാവണില്ല നമ്മളതിൽ എത്ര പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ വിതറുകയാണൊക്കെ പൈസ ഒക്കെ നമ്മളെ ഹാർട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ സിനിമ ഹാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ ആ ഷൊണ്ണ അവിടെ ഉണ്ടാവാതിരുന്നാൽ അപ്പോൾ അയാൾ മാത്രമല്ല ഇവിടെ 2-3 ആൾക്കാർ ചുറ്റി കളിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം അതൊരു നല്ല തീരുമാനം അവൾക്കൂടെ ഒരു ഓട്ടം ഉണ്ട് പക്ഷേ പോകാൻ പറ്റില്ല അതൊരു മാതിരി പരിപാടിയായി പോയിട്ടോ പോലീസുകാരും വരുന്നുണ്ടോ ഓ അതാക്കണം നമുക്കിവിടെ നൈസായിട്ട് നിൽക്കാൻ കഴിച്ചൊക്കെ ഞാൻ ഒളിച്ചു കളിയാണെമ്പോ കാണുമോ നമ്മളെ കാണുന്നില്ല നമ്മളാരാ കള്ളൻ നമ്മൾ കള്ളനാണ് നമ്മൾ അനാഥരല്ല കള്ളനാണ് ഒരു പോർട്ടൽ പോലത്തെ ഒരു സംഭവം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വരി ഇതെന്ത് മ്യൂസിയം ആണാവോ വയസ്സൊക്കെ അത് മ്യൂസിയം പറഞ്ഞിട്ട് കൊമ്പങ്കാട് പോലെ ഉണ്ട് എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടെ ഒന്ന് വിലസായതൊക്കെ ഈ എല്ലാതരം മൃഗങ്ങളും ഇവിടെ ഒരു സ്റ്റോർ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ 4 ആംസ് അല്ലേ അത് 4 ആംസിൻ്റെ അനിയനാ ഏതോ ഒരു ഷൊട്ട സൂപ്പർ ഹീറോ എന്തായാലും ഡോണട്ടി നടക്കട്ടെ എന്തായാലും നമുക്ക് ഇവിടേക്ക് ചെല്ലാൻ വയസ്സൊക്കെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ നമ്മൾ നൈസായിട്ട് മുഞ്ചിട്ടുണ്ട് കാരണം അവിടെ റോബോട്ടുണ്ട് റോബോട്ടിനെ പേടിയാണ് റോബോട്ട് ഞങ്ങൾക്ക് തോന്നണ റോബോട്ട് ഇങ്ങനെ ചെന്ന് കറങ്ങും വയസ്സൊക്കെ അപ്പോൾ നമുക്ക് നല്ല ഡാമേജ് വരും അപ്പോൾ നമ്മൾ ലൈഫ് പോവും നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ജീവൻ വേണ്ടേ അതല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവൻ നമ്മളിലിപ്പോൾ ഒരു കോഡുണ്ട് ഒരു ചാവി ഉണ്ട് പിന്നെ 5 ഇതുണ്ട് എന്താ പറയുക ലോക്കിക്കുണ്ട് ഇതിൻ്റെ ഒഴിച്ചെന്ന് കാണൂല എനിക്കെല്ലാവരും കാണും പക്ഷെ ഇന്നെ ഒരുത്തരും കാണാൻ പറ്റില്ല അത് ഒരു ഗെയിമിൻ്റെ ഫിസിക്സാണ് ഓക്കെ എന്തായാലും കാണോ എവിടെ ഒരുത്തം മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല കാണെങ്കിൽ ഒന്നും കാണാനില്ല ഒന്നാമത് ഇത് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഓക്കെ നമ്മൾ നൈസായിട്ടൊന്ന് പെട്ടിട്ടുണ്ട് കാരണം നമ്മളൊക്കെ പോക്കും കാരണം ഒന്നാമത് അവിടെ പോലീസ് രണ്ടാമത് അവിടെ പോലീസ് റോബോട്ട് എനിക്ക് എല്ലാവരും ഒരു മണ്ടനുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു റോബോട്ട് അതൊരുമാതിരി പരിപാടി പോട്ടെ അവിടെ റോബോട്ടുണ്ട് അയ്യോ പേടിയാവണേ മുമ്പ് ഞാൻ പൊട്ടിച്ചോ കാച്ചിനല്ലേ പൊട്ടിച്ചോ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിച്ച് പോയാൽ മതി അപ്പം നമ്മളാരും കാര്യമില്ലേ അല്ലേ ഒരു പട ഇളകി വരേണ്ട കേസൊക്കെ ഒരു പട എല്ലാം പിടിച്ചോ നമ്മളെ ചത്തിട്ടുണ്ട് സോ ഈ വെടിത്തിലുള്ള അടുത്തിലുള്ള